വാഴവാഴകന്റെ 4 ചെറുവട്ടം നിലക്കിച്ചെറുവട്ടണം ശ്രീരംഗപട്ടണം ശ്രീരാമപട്ടണം ഗോവിന്ദപട്ടണം ഗോപാലപട്ടണം വെട്ടുപട്ടണം പുതുപ്പട്ടണം 72 വാണവരക്കാണ് ചെയ്തു. എന്റെ പടവലാടിയും പടവലാടി പള്ളിപ്പുറം നാഗരമണ്ഡല പരീക്ഷയും ശേഖരം കണ്ടെത്തും എന്റെ രുദ്രയാവണ്ടി ആർമരദേവമുണ്ട്. എന്റെ രുദ്രയാവണ്ടി ആ പ്രദേവനെയും പാലിച്ചുകൊണ്ട് ഞാൻ വസിക്കഴിയുന്ന കാലത്ത് ഒരേ അന്നേരത്തോട് അവശേഷിക്കുന്നു. എന്റെ മേലെ എടുത്ത് ചക്കയമ്മയും കണ്ണച്ചാലും നമ്പറാണ് കേൾക്കുന്നായോ കാടാ മുക്കിറ്റിയും ഊവർമനം കൊന്ന നല്ല വേങ്ങയും കരിമ്പനക്കാടും ഇങ്ങനെ 4 ഊമ്പനമുണ്ടല്ലോ കാടാ മുടി കയറി പൊക്കേക്ക് നീ പോയി കൊത്തിയടക്കി കൈനാമത്തെ കാട്ടിത്തരണം എന്നുള്ള ഒരവസ്ഥ കൽപ്പിച്ചു. എന്റെ മേലെ എടുത്ത് ചക്കയമ്മയും കണ്ണച്ചാമത് നമ്പറാണ് നല്ല ഒരേ അന്ന് വാരം ദുഃഖിച്ചു പോയി കാണൻ പണിയെടുപ്പാനൊക്കെ ഒരു പണി ആയുധമില്ലല്ലോ. ആയുധമില്ല ദുഃഖിച്ച കാലത്ത് 7 ഭാരം ഇരുമ്പും ഒഴിച്ചുകൊണ്ട് എന്റെ കണ്ണച്ചാമൃതപുരാൻ എനക്കൊരു ഊങ്കത്തിയാള് വിടുതൽ തോന്നു. കൊറേ അല്ല പോരെ അന്ന് പാരം സന്തോഷിച്ചു പോകാൻ ആയുധം ലഭ്യമായാൽ എന്താ വേണ്ടത്? പ്രവൃത്തി എടുക്കണം. അല്ല പോരെ ഇനി പ്രവൃത്തി എടുക്കാൻ തക്കവണ്ണം അന്ന് കുതിച്ചു. അന്നെന്റെ മേലെ എഴുതിയൊക്കെ വിടാതിരിക്കുന്ന വെടിഞ്ഞാലുകൾ വെച്ച് തോന്നി മുക്കിച്ചിക്കള്ളും മുന്നാറാക്കും മനസ്സ് വന്നു. ഒരുവിറ്റി കുടിച്ചു ഞാൻ ഇരുവിറ്റി മാറാവ് കെട്ടി ഭൂമണത്തിൽ കൈയെടുത്തു. അല്ല കൊറേ എന്റെ മേലെ എടുത്തേക്ക് വിടാതിരിക്കുന്ന വെടിഞ്ഞാല് കുതിച്ചുകൊണ്ട് ഞാൻ അനുഭവിച്ചിരിക്കുന്ന അനുഭവം ഉണ്ടോ? മുക്കിറ്റ് കല്ലുണ്ടോ? കൊറേ ഉണ്ടാ മുക്കിറ്റ് കള്ളും മുന്നാറാക്കും ഉണ്ടാ കൊറേ മുക്കിറ്റിക്കള്ളും ഒന്നാനാക്കും കൂടെ അനുഭവിച്ചു. മുക്കിറ്റിക്കള്ളും ഒന്നാറാക്കില്ലേ പോരെ ഒരു കെട്ടി പിടിച്ചു ഒരു കെട്ടി മാറാവ് കെട്ടി ഊമ്പനത്തിൽ കൈയെടുത്തു. ഊമ്പനെന്നാണ് ഞാൻ കൊത്തിവയ്ക്കിട്ടു. കൊറേ ഇനി എന്ത് വേണം? ഊമ്പനത്തിൽ വളം കൂട്ടണം. അല്ലേ പോരെ കൃഷി ഉച്ഛ്യമായിരിക്കണം. ഫലത്തിലൊക്കെ വേണം കൃഷിഭൂമിയാക്കി മാറ്റാനുണ്ടല്ലോ. അല്ലേ എന്റെ കുഞ്ഞുങ്ങളും കുടുംബമില്ലേ എല്ലാം ദൂരെയായി പോയോ? അകലെയായ മുന്നാറാക്കി എടുത്തനുഭവിക്കട്ടെ. ഒരേ ഒരു മിനിറ്റ് പിടിച്ച് ഒരു മിനിറ്റ് റാമ കിട്ടി. ഊമരത്തിൽ കേട്ടു. ഊമരനാണ് ഞാൻ കൊത്തിപ്പോയി കേട്ടു. ഇനി എന്ത് വേണം? ഊമരത്തിൽ വളം കൂട്ടുവാൻ. അല്ലേ പോരെ കൃഷിയോഗ്യമാക്കി മാറ്റണം. അതിന് തക്കവണ്ണം നിലനിന്ന് നോക്കണം. അല്ലേ അന്ന് ഞാൻ ജനിച്ചു വെച്ചു. നാട് ജനിക്കുന്ന ഞാൻ തീയും കൊടുത്തു പോയി. അന്ന് ഞായറാഴ്ച നട്ടുച്ചതലമായിരുന്നു. അല്ലേ പോരെ അഗ്നിയും വായുവും കോപിച്ച ഒരു കാലമായിരുന്നു അന്ന്. അഗ്നിയും വായുവും കോപിച്ചാലോ തടുക്കാൻ സാധ്യത തന്നെ മാനുഷ്യബലം കൊണ്ടല്ലേ സാധിക്കോ? പഞ്ചഭൂതങ്ങളെ തടുക്കാൻ പ്രയാസം തന്നെ. അല്ലേ കുറെ അഗ്നി ജലം ഭൂമി വായു ആകാശം ഇങ്ങനെ പഞ്ചഭൂതങ്ങളെ തടുക്കാൻ മാനുഷ്യബലം കൊണ്ട് സാധിക്കൂലല്ലോ. അന്ന് അഗ്നിയുമായും കോപിച്ചൊരു കാലമായിരുന്നു. വായുവിനനുസരിച്ച് അഗ്നി വളർന്നു പിടിച്ചു. കാട്ടുതീ പടരും പോലെ പടർന്നു. അന്ന് എങ്ങാനും പോവാൻ എനിക്ക് വഴി കാണുന്നില്ലല്ലോ. കുറെ പ്രാണരക്ഷാർത്ഥം ഞാൻ കാട്ടിലൂടെ പറക്കുവാനും എന്റെ ജീവൻ രക്ഷിക്കുവാന്നൊക്കെ വേണം. അന്ന് കാണുന്നല്ലോ കാട്ടിൽ കരുനെല്ലി എന്ന മരം. അന്ന് കരുനെല്ലി മരത്തിന്റെ മുകളിലേക്ക് ഞാൻ പ്രാണരക്ഷാർത്ഥം പാഞ്ഞു കയറി. അന്ന് എന്നെക്കാളും പേടിച്ചും ഭയപ്പെട്ട് വിരിക്കുന്നല്ലോ കാളിയിൽ നിന്നും കരിവേലിൽ നിന്നും 2 സർപ്പത്താന്മാര്. അല്ലേ അവരുടെ ഇടമാറുവിനും വലമാറുവിനും കൊത്തി വിഷം ചെറിഞ്ഞു. കൊറേ ഇടമാറുവിനും വലമാറുവിനും കൊത്തി വിഷം ചെറിഞ്ഞു. ഞങ്ങൾ ഒരു അഗ്നിയിൽ വീണു. അഗ്നി പ്രപഞ്ചമായി മാറി. കൊറേ ഒരേ സത്യമായിരിക്കുന്നതിന് മരണം സംഭവിച്ചു. എനക്ക് അല്ലേ മാനുഷമായിരിക്കുന്ന കളൻ അഗ്നിയിൽ അകപ്പെട്ടു പോയി. കത്തിക്കരിഞ്ഞു പോയി. എന്റെ പോലെ
മരണമെന്ന സത്യം സംഭവിച്ചു. അന്ന് പള്ളിവേട്ട മായാട്ടമായിക്കൊണ്ട് പോന്നു വരുന്നല്ലോ. ദൈവം വയനാട്ട് ഉള്ളവൻ ഇഞ്ചത്തരാൻ വരുവനാ, മഞ്ഞത്തരാൻ വരുവനാ, ചിത്തൻ വരുവനാ, ചേരൻ വരുവനാ, വലിയ മുള്ളടക്കം വരാനും ചെറിയ മുള്ളടക്കം വരാനും കത്തിയാമളിയും കളിയാടമാടുകൂടും മായാടിക്കൊണ്ട് എന്റെ ഉമ്മനത്തിലൂടെ പോന്നു വരുന്ന കാലത്ത് കാണുന്നല്ലോ കോരെ എന്റെ ഉരുവും നിറവും കത്തിക്കരിഞ്ഞിരിക്കുന്ന എന്റെ ദേഹം കണ്ടു. ദൈവം വയനാട്ടുള്ളവൻ അന്ന് വില്ലിന്റെ വിക്കാൽ കൊണ്ടത് കുത്തി നോക്കി, വില്ലിന്റെ വിക്കാൽ പിടിച്ചു, കരകയറി കണ്ടത് കൊണ്ട് കണ്ടനാറുകളൻ എന്ന പേര് കൊണ്ടുപോരെ കണ്ടത് കൊണ്ട് കണ്ടനാറുകളൻ. ആര് കണ്ടത് കൊണ്ട് ഇതുപോലെ എന്റെ ദൈവം വയനാട്ടുള്ളവൻ കണ്ടതുകൊണ്ടും വില്ലിന്റെ സ്പർശനസുരമേറ്റും മോക്ഷവും പ്രാപ്തിയും ദൈവികമായിരിക്കുന്ന പരിവേഷവും ലഭിച്ചു. എനിക്ക് അന്നെ ദൈവം വയനാട്ടുവൻ വലഭാഗത്ത് നിലകൊള്ളിയിരിക്കുന്ന ആ ഫലം അല്ലേ. അന്നെന്റെ കോട്ടപ്പാറ കുഞ്ഞിക്കോന്റെ വായും മനസ്സും ചേർന്ന് നിറവുന്നു. കോട്ടപ്പാറ കുഞ്ഞിക്കോന്റെ കന്നീരാശി ഭൂമി എന്റെ മടയിൽ പടിഞ്ഞാതെ ആധാരമായിക്കൊണ്ട് എന്റെ നിരിപ്പം പോലും ഞാൻ വാങ്ങിത്തന്നെ കയ്യേറ്റു. നാണിടയ്ക്ക് എരിച്ചു വെച്ചു, നാണികൾക്ക് തീ കൊടുത്തു, അഗ്നിയിൽ അകപ്പെട്ടു. അനവരി അല്ലേ. അതുകൊണ്ട് മറിപോരാകുന്ന വസ്തുകൃതി ഇന്നത്തെ സാധാരണമായിട്ടും ഇതിനകത്ത് കൂടിക്കണ്ടു. അഷ്ടമരാശിയും പക്കപ്പുറം നാളുമില്ലാതെ കാലതൂടെ നോക്കി കാലുകളിൽ കരകയറിയ ഭൂമി എന്ന് അല്ലേ കോരേ എന്റെ അഗ്രശാല മാതാവ്. അന്നപൂർണ്ണ ശരിയായിരിക്കുന്ന വിചാജ്ഞാന ക്രിയാശക്തിർപണിയായ മാതാവ്, സജാതി വിചാരി സുരവേദശൂനിയായ ദേശ കാലാവസ്ഥ പരിച്ഛന്ദ്രകരിയായിരിക്കുന്ന അമ്മ നടന്നിരിക്കുന്ന പവിത്ര ഭൂമിയിൽ എന്നെ കൂടി കണ്ടുവല്ലോ, അഗ്നിയിലംഘിച്ച് കണ്ടുവല്ലോ. ഒരേ നാളിടയ്ക്ക് എരിച്ചു വെച്ചു, നാളിടയ്ക്ക് തീ കൊടുത്തു. എന്റെ കുഞ്ഞുങ്ങൾക്ക് ആപത്തില്ലല്ലോ, കോരത്തിന് ആപത്തില്ലല്ലോ. ഒരേ എന്റെ കോരത്തിനും എന്റെ കുഞ്ഞുങ്ങൾക്കും ആപത്തില്ലാതെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ഇന്നത്തെ ഉദാഹരണമായി കൂടിക്കണ്ടത് പരമാർത്ഥം ദർശന പുണ്യം തന്നു, സ്പർശന സുഖമുണ്ടാക്കി, മനസ്സുഖത്തോടുകൂടി കാണാനുള്ള മഹായോഗ ഭാഗ്യം തരണം. ദൈവികമായി പരിവേഷം ലഭിച്ചവൻ, അടിയാങ്കുൽ രക്ഷപ്പെട്ടോ ദൈവം കണ്ടനാറുകളൻ, അഭിമാനമുള്ളവൻ ഇന്ന് കൂടിക്കാണുന്ന കാലത്ത് പിടിച്ചിരിക്കുന്ന കാലത്തോടുകൂടി 101 മാറ്റെടുത്ത് അശുദ്ധിയാണാതെ ദേഹശുദ്ധിയാവുന്നതാണ് ബന്ധക്കൂട്ടി വ്രതശുദ്ധിയോടുകൂടി സത്യമായിരിക്കുന്ന ദേവകർമ്മത്തെ പാലിച്ചു. എന്റെ ദൈവം വയനാട്ടുള്ളവരെ ഞാനും അല്ലേ. മണ്ണിറഞ്ഞിരിക്കുന്ന ഗുരുദേവനും, അമ്മ നിറഞ്ഞിരിക്കുന്ന ഭൂമി, മാതാവ് നിറഞ്ഞിരിക്കുന്ന ഭൂമി എന്നെ കാളകാടന മന്ത്രശാലക്കത്ത് കന്യാവനെ കുത്തിയെടുത്ത് ഉടനമാരെയാണ് പരദേവരെ എന്നെ അല്ലേ. അഗ്നി അലങ്കാര ഭൂഷതയായിട്ട് കൂടിക്കെട്ടിട്ട് ശേഷം എന്റെ കുഞ്ഞുങ്ങൾക്കും എന്റെ ആങ്ങൾക്കും എന്റെ കുടുംബത്തിന് സൗഖ്യമല്ലേ പോലെ ദേഹത്തിന് ബോധം തന്നെയല്ലേ. ദേഹബലം കുറക്കാതെ തക്കവണ്ണം കാത്ത് രക്ഷിക്കണം എന്റെ ദൈവം. അഭിമാനമുള്ളവനാണ് ഞാൻ. അതുപോലെ അഭിമാനമുള്ള ദേവനെ ആരാധിച്ച് പാലിച്ചിരിക്കുന്ന മഹത്വം ഉണ്ടല്ലോ. വെട്ടില്ലത്തിന്റെ വീരപുരുഷനായിരിക്കുന്ന ശക്തി, അഭിമാനമുള്ളവൻ ദൈവം കരുവനൂരി വരുന്നിരിക്കുന്ന ശക്തിയും ബലങ്ങളെല്ലാം മനസ്സോട് ചേർത്ത് ചോരയിൽ പൊടിച്ചിരിക്കുന്നൊരു ബന്ധം അല്ലേ ഇതൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ അകലാടെ കണ്ട നൽകുന്ന ശക്തിയാണല്ലേ. ഉപേക്ഷ വരുത്തൂല. ഒരു നുള്ളു പുഷ്പം തരുന്നു. എന്റെ അഗ്നിട്ടി വാടിയിരിക്കുന്ന പുഷ്പമെങ്കിലും, പുഷ്പത്തിന് വാട്ടം വന്നുവെങ്കിലും സുഗന്ധം നശിക്കാതെയും ഫലം കുറയാതെയും ഞാൻ കാത്താ പോരെ. ഒരേ സന്തോഷമായി അടിയാകുട്ടി അടിശപ്പെട്ടവൻ അഭിമാന പുരുഷൻ ദൈവം കണ്ടനാറ് കണ്ടിരിക്കുന്ന മതിച്ചിരിക്കുന്ന മതയാന ചവിട്ടിത്താണിരിക്കുന്ന ഭൂമി എന്ന് കൂടി കണ്ടുവല്ലോ. സന്തോഷമല്ലേ ഒരേ ആയതുകൊണ്ട് എന്റെ മേലെടുത്ത് ശക്തിമേധാരിക്കുന്ന വെടിഞ്ഞാറ്റകൊന്നും വെച്ചിരിക്കുന്ന മുക്കിറ്റിക്കളിലും മുന്താറാക്കും മനസ്സ് വന്നിരിക്കുന്നവൻ എന്റെ കോരത്തിന്റെ കരമുണ്ടായിപ്പോഴ് അനുഭവിക്കാൻ കൊണ്ടുവന്ന് എനിക്ക് ഇതിനകത്തുണ്ട് അല്ലേ. എന്റെ കുഞ്ഞുങ്ങൾ അവനെ എനക്ക് അനുഭവിക്കുന്നുണ്ടാ. വീര്യമുള്ളൊരു വെടിക്കള്ള മരുന്നുണ്ടാ എടുത്തോണ്ട എന്റെ കരം കൊണ്ടാവട്ടെ. ഇന്നത്തെ പ്രധാനമായിട്ട് ഉദയാരംഭ കാലത്ത് എനക്കുള്ള ആഹാരം അല്ലേ. ഒരേ ഒരു നുള്ള പുഷ്പം തരുന്നു. ഒരായുസിന്റെ പുണ്യം എന്റെ അഗ്രശാല മാതാവ് നിറഞ്ഞിരിക്കുന്ന പവിത്രമായിരിക്കുന്ന ഭൂമി എന്ന് പിടിച്ചിരിക്കുന്ന തരം കുതിര കളയാതെ രക്തവണ്ണങ്ങാ തുഷിക്കാം ദൈവം തന്നെ അറിയിക്കാനില്ലല്ലോ. ഈ ഹൃദയമെടുക്കുന്ന താളത്തിൽ ഞാൻ നിലകൊന്ന പോരെ. ഓരോരുത്തരും താണത്തിലും എന്റെ ദൈവം നിലകൊള്ളണം. ഹൃദയമെടുക്കുന്ന താണത്തിൽ നിലകൊള്ളണമെങ്കിൽ അന്തരാത്മാവിനകത്ത് അന്തർഭാവം ചെയ്യേണ്ടതുണ്ട്. പ്രാർത്ഥനയാവട്ടെ. ഉപേക്ഷിക്കുന്ന എല്ലാ വൈഷമ്യം തീരട്ടെ. കഠിനമായ പ്രയാസം കടന്നു വന്നു. ഏകനാണ്, ഒറ്റയാണ്, നിങ്ങള് ആരുമില്ല സഹായത്തിന്. എന്റെ ദൈവം തന്നെ ഈ ദേവകർമ്മം ചെയ്യുന്നതേ ഉള്ളൂ. അതിന് വേണ്ടുന്ന മഹത്വം എനിക്ക് ലഭ്യമായില്ല. അതൊക്കെയാണ് ദൈവം കൽപ്പിച്ച് വഴക്കം ചെയ്യണമെന്ന പ്രാർത്ഥന എന്നെ ഉപേക്ഷ വരുത്തുന്ന. ഈ ഹൃദയമെടുപ്പിൽ ലയിച്ചുകൊണ്ട് ഞാൻ നിലനിന്നാ പോലെ എന്റെ ദൈവമയനാട്ട് ഉടവനും എന്റെ അഗ്രശാല മാതാവിന് അനുകൂലമുണ്ടാവും. പരീക്ഷിക്കാം കേട്ടോ. ഒരു നുള്ള പുഷ്പം തരുന്നു. അക്കിനെട്ടി വാടിയ പുഷ്പമെങ്കിലും അല്ലേ
എന്റെ ദൈവം ഉദയാരംഭ കാലത്ത് കൂടിക്കാണുന്ന കാലത്ത് ഈ പിടിച്ചിരിക്കുന്ന കരബന്ധത്തിന്റെ മഹത്വം കുറച്ചു കഴിവിലെ പ്രാർത്ഥനയോടെ ആവട്ടെ. ഉപേക്ഷ കൂടാതെ തക്കവണ്ണം പരിപാലിക്കുന്നു. അപേക്ഷ ജനത്തിനൊന്നും ഉപേക്ഷ വരുത്താതിരിക്കും ഈശൻ എന്നാണ് അല്ലേ? ഉപേക്ഷയില്ലാതെ കണ്ടുവെക്കണം.